আসবেন 2 নম্বর প্ল্যাটফর্ম থেকে ট্রু ট্রেন যাবে। অনুগ্রহ করে নিরাপদ দূরত্বে সরে দাঁড়ান। കൃഷ്ണ, എന്റെ ട്രെയിൻ മിസ്സാവരുതേ. എനിക്ക് ട്രെയിൻ കിട്ടണേ. ആടാ, ഞാൻ ട്രെയിൻ കയറി. പറഞ്ഞ സമയത്ത് ഞാൻ ട്രെയിൻ പുറപ്പെടും. ആ, ഇത് എടുത്തു. ശരി, ഞാൻ വെക്കാം, ഞാൻ വിളിക്കാം. ആള് കയറാനുണ്ടേ. അയ്യോ, അതടുത്ത് ആർക്കത് ആൾക്ക് കൈ തരാൻ തോന്നുന്നു. ഈശ്വര, ആദ്യ ട്രെയിൻ പോയി. ഹലോ, അങ്ങനെ മേടിച്ച് നിൽക്കാതെ ആ കൈ കൊടുത്ത. ഓ, നിനക്കൊക്കെ സമയത്തിന് വന്നൂടെ? കയറങ്ങോട്ട്, കൈതാ. നന്ദി ചേട്ടാ, നന്ദി. ഞാൻ വിചാരിച്ചു ട്രെയിൻ മിസ്സായെന്ന്. ശരിക്കും നിനക്ക് കൈ ഞാൻ തരാൻ പാടില്ലായിരുന്നു. നിനക്ക് ആ ട്രെയിൻ മിസ്സാവണായിരുന്നു. എന്നാലും നീ സമയത്തിന്റെ ഒക്കെ വില പിടിക്കൂ. ഓ, ഒരു കൈ തന്നേനാണ് ഈ ഡയലോഗ് അടിക്കുന്നത്? കാര്യം കഴിഞ്ഞപ്പോ കൂരായണ അല്ലേടി. ഇതാ പറഞ്ഞ് നിനക്ക് കൈ തരാൻ പാടില്ലായിരുന്നു. നിങ്ങൾ കൈ തന്നതിന് ഞാൻ നന്ദി പറഞ്ഞില്ലേ? പിന്നെ എനിക്കാണെങ്കിൽ സമയത്ത് ഇറങ്ങാൻ പറ്റിയില്ല. അത് ശരിയാ, എന്റെ വീട് കുറച്ച് അകലെയാ. അയ്യോ, നിന്റെ വീട് അകലെയാണ്. ഞാൻ റെയിൽവേ കൊണ്ട് അവിടെ പണിയാടി. ഇതെന്ത് ഇസ്തിരി പറ്റിയോ ഇങ്ങനെ ചൂടാവാൻ? ഹലോ അമ്മേ. ആ, എനിക്ക് ട്രെയിൻ കിട്ടി. എന്തോ ഒരു ഭാഗ്യത്തിന്. ഞാൻ വിചാരിച്ച മിസ്സായെന്ന്. ഓ, ലേഡീസ് കമ്പാർട്ട്മെന്റ് ഒന്നല്ല. കിട്ടിയില്ലങ്ങ് ചാടി കയറിയത് എൻ്റെ പാട് എനിക്ക് അറിയൂ. ഓ, ഞാൻ ശ്രദ്ധിച്ചോളാം അമ്മ. അടുത്തൊരു കടുവ ഇരിക്കുന്നുണ്ട്. എന്നാ ഞാൻ വെക്കുക, ഹോസ്റ്റലെത്തിയിട്ട് വിളിക്കാം. ഓ, നോക്കാം അമ്മ. ശരി. എൻ്റെ പേര് പൂജ മാത്യു. എൻ്റെ വീട് തിരുവനന്തപുരത്താണ്. എനിക്ക് 22 വയസ്സുണ്ട്. ഞാൻ ഇവിടെ പഠിക്കുക, അങ്ങ് തൃശ്ശൂര്. ഇവളെന്തിനാ ഇവളുടെ വയസ്സും നീളാസും എൻ്റെ അടുത്ത് പറയുന്നേ? നിങ്ങൾ എന്താ ചെയ്യുന്നേ? ഞാൻ ഇവിടെ ഇരിക്കുന്നു. എന്താ, മാറി തരണോ? എൻ്റെ പൊന്നെ, എന്തൊരു സാധനം ഇത്. അതല്ല, നിങ്ങൾ പഠിക്കുവാണോ അതോ ജോലി ചെയ്യുവാണോ? ഇവിടെയാണോ വീട്? എന്താ നിങ്ങളുടെ പേര്? എൻ്റെ പേര് നാളും വീടും വയസ്സും നീ എന്തിനാണ് അറിയുന്നേ? നീ എന്താ ബ്രോക്കറോ? ഓ, നമ്മൾ ഒരേ കമ്പാർട്ട്മെന്റിൽ യാത്ര ചെയ്യുന്ന സഹയാത്രികരല്ലേ? പരസ്പരം അറിഞ്ഞിരിക്കുന്നതുകൊണ്ട് എന്ത് തെറ്റാവുള്ളേ? ഞാൻ നിന്റെ പോലെ സ്ട്രേഞ്ചേഴ്സിനോടൊന്നും സംസാരിക്കാറില്ല. ഞാൻ എന്തിനാ കണ്ടവരോട് എൻ്റെ പേരും നാളും പറയുന്നത്? സ്ട്രേഞ്ചറാ? ഇതിലിപ്പോ ഞാനാണ് ഗൈഡ്, ഇയാളാണ് ഗൈഡ്. ഞാൻ നിങ്ങളുടെ വീടും പേരും ഒക്കെ അല്ലേ ചോദിച്ചുള്ളൂ. അതിനിപ്പോ സ്ട്രേഞ്ചറാന്ന് വിചാരിക്കേണ്ട ആവശ്യം എന്താ? അങ്ങ് പറഞ്ഞാൽ എന്ത്? പറയാൻ എനിക്ക് സൗകര്യമില്ല. നീ എന്ത് ചെയ്യും? പറയാൻ സൗകര്യം ഇല്ലെങ്കിലേ പറയണ്ട. അയാളുടെ ഒരു പേര് ഈ എന്ത് ആറ്റിറ്റ്യൂഡ് കിങ്ങോ? മമ്മൂക്കില്ലല്ലോ ഇത്ര ജാട. ഹലോ റോസാമോ, എന്തെടുക്കാ നീ? ഓ, ഞാനൊരു പാർട്ടി കഴിഞ്ഞപ്പോൾ വീട്ടിലെത്തിയതേ ഉള്ളൂ. നീ പോന്നോ? ഓ, ഞാൻ പോന്നടി, ട്രെയിനില്ല. എനിക്ക് ഇവിടെ സംസാരിക്കാൻ ആരുമില്ല. ബോറടിച്ചിട്ട് പാടില്ല. എന്താ നീ പറഞ്ഞേ? നിനക്ക് ബോറടിക്കുന്നോ? ഐ കാണ്ട് ബിലീവ്. ആരില്ല ട്രെയിനില്? ഓ, ഉണ്ട്, ഒരു കാട്ടുപോത്ത്. കാട്ടുപോത്തോ? നീ എന്തേ പറയുന്നേ? അതെ, കാട്ടുപോത്തുമല്ല, കണ്ടാമൃഗമല്ല, കടുവ പോലത്തെ ഒരു സാധനം. എന്തേലും പറഞ്ഞ കിടന്ന് ചീറിക്കൂടും. അതെന്ത് സാധനം? സാധനത്തിന്റെ പേരും നാളൊന്നും എനിക്ക് അറിഞ്ഞൂടാ. എന്നോട് പറഞ്ഞില്ല. ഓ, എന്നിട്ട് കടുവ കൊള്ളാവോ? കാണാൻ എന്റെ ചന്തക്കുണ്ട്. ഇപ്പൊ എന്തോ വാരി വലിച്ച് കയറ്റിക്കൊണ്ടിരിക്കുക, ആരോടുള്ള പ്രതികാരം എന്ന മട്ടിൽ. എന്നാ ഞാൻ വെക്കുവാണേ, നാളെ കാണാം. കോഴി ചിക്കി മാറി തിന്നുന്ന പോലെയുണ്ട്. എന്താ നോക്കുന്നത്? നിനക്ക് ഭക്ഷിക്കാൻ ഒന്നുമില്ലേ? ഉണ്ട്, എനിക്ക് അമ്മ ഫുഡ് തന്നെ വെച്ചിട്ടുണ്ട്. പിന്നെ എന്തിനാണ് മാഡം എന്നെ നോക്കിയിരിക്കുന്നത്? എന്റെ വയറ് നാശാക്കാനാണോ? ഒന്നുമില്ലപ്പാ, നിങ്ങളുടെ ഭംഗി കണ്ട് നോക്കിയതാ. എന്തേ? ഇവക്ക് എന്താ തലയ്ക്ക് ഓളം വിട്ടുണ്ടോ? എവിടെ നിന്ന് വരുന്നു എന്തോ? സീരിയസ്ലി, നിങ്ങളെ കാണാൻ നല്ല ഭംഗിയുണ്ട്. നിങ്ങൾ കമ്മിറ്റഡ് ആണോ? ഇറ്റ്സ് നൺ ഓഫ് യുവർ ബിസിനസ്. എന്നിനെയും വേണ്ടിയ നിന്റെ വായിൽ ഉറപ്പായി ഞാൻ പ്ലാസ്റ്റർ ഒട്ടിക്കും. എന്തിനാ ഇങ്ങനെ ചൂടാവുന്നേ? അറിയാനുള്ള തോര കാരണം ചോദിച്ചതല്ലേ കടുവേ? എന്താ നീ വിളിച്ചേ? കടുവാന്നോ? പിന്നെ ഞാൻ എന്ത് വിളിക്കും? നിങ്ങൾ പേരൊന്നും എൻ്റെ അടുത്ത് പറഞ്ഞില്ലല്ലോ. അങ്ങനെ പേര് പറയാത്ത മുഴുവൻ നീ കഴുതാനും കഴുതാനും ഒക്കെ വിളിക്കോ? കറക്റ്റാ, കഴുതാൻ തന്നെ വിളിക്കണം. എന്താ പറഞ്ഞേ?
അല്ല, അങ്ങനെയാണെങ്കിൽ ഞാൻ ഏട്ടാന്ന് വിളിക്കാം. എന്താ, അത് ഓക്കെയാണോ? അയ്യ ഏട്ട പിന്നെ മര്യാദക്കാണെങ്കിൽ ഞാനും മര്യാദക്ക്. ഞാനിങ്ങനെ കുറെ എണ്ണത്തിനെ കണ്ടതാ, അതുകൊണ്ട് വല്ലാണ്ട് അങ്ങ് ഇളകാൻ വരല്ലേ. അയ്യ, നോക്കാൻ പറ്റിയൊരു സാധനം. ഇയാൾ ആരാന്ന് ഇയാളുടെ വിചാരം? കാമദേവനോ അതോ ആറ്റിറ്റ്യൂഡ് കിങ്ങോ? അല്ലടി നിന്റെ കാലൻ, നേരത്തെ ഈ പെണ്ണിന് എനിക്ക് ഈ ട്രെയിനിൽ വിളിച്ച് കയറ്റാൻ തോന്നിയത്. അങ്ങ് പോയാ മതിയാ നീ ട്രെയിൻ. ആക്ച്വലി അതിൽ ഞാനും കയറിക്കുന്നു. ഏത് നേരത്താണോ എനിക്ക് ഈ ട്രെയിൻ തന്നെ ബുക്ക് ചെയ്ത് വരാൻ തോന്നിയത്. ജാടത്തേണ്ടി. ഇവളും നോക്കാണി. അപ്പൊ ഇന്നത്തെ ദിവസത്തിന്റെ കാര്യത്തിൽ തീരുമാനമായി. തൃശ്ശൂർ എത്തിയോ എൻ്റെ അമ്മേ? എന്താ നോക്കുന്നേ? ഞാനെന്താ നോക്കിന? എനിക്കറിയാം ഞാൻ സുന്ദരിയാണെന്ന്. എല്ലാവരും ഇതുപോലെ നോക്കി നിൽക്കാറുണ്ട്. ഏതാ ഈ കുരുട്ടടക്കാന്നായിരിക്കും. അവരുടെയൊക്കെ കാണുന്ന എന്തോ കുഴപ്പമുണ്ട്. എനിക്ക് ഒരു കുഴപ്പമില്ല. നിർത്തി അങ്ങ് അവമാനിക്കുക മരപ്പട്ടി. അവിടുന്ന് എന്തെങ്കിലും ഒഴിഞ്ഞായിരുന്നോ? അവിടത്തേക്ക് കേൾക്കാൻ പാകത്തിന് ഞാൻ ഒന്നും ഒഴിഞ്ഞില്ല. ഇങ്ങനെ കെട്ടാൻ പോകുന്ന പെണ്ണിന്റെ ഒരു ഗതികേട്. ഏതാണോ വാദഭാഗ്യം? നീ പേടിക്കണ്ട, ഏതായാലും നീ ആവില്ല. ലോകത്തിലെ മുഴുവൻ പെണ്ണുങ്ങൾ തീർന്നു പോയാലും ഞാൻ നിന്റെ പിന്നാലെ വരാൻ പോകുന്നില്ല. മരപ്പട്ടി. അങ്ങനെ ആയിക്കോട്ടെ സാർ, നിങ്ങളുടെ പിന്നാലെ ഞാനും വരുന്നില്ല. ഞാൻ പോവാ. ബൈ. ചാടത്തേണ്ടി. ആമേ, ആമേ, ആ ഏട്ടാ വരിക. എന്താ ഈ വാതിലൊക്കെ തുറന്ന് നടത്തിയിട്ടിരിക്കുന്നത്? അമ്മയില്ലേ ഇവിടെ? അമ്മ മുത്തശ്ശേരി അല്ലേ? ഏട്ടൻ മറന്നോ? ഓ, ഞാനത് മറന്നു. അല്ല, നിങ്ങൾക്കൊന്ന് ക്ലാസ്സിലൊന്നും പോകണ്ടേ? ഇന്നൊരു ഫസ്റ്റ് ഡേ അല്ലേ? ഓ, അപ്പൊ അതറിയാം. എന്നിട്ടാണ് എന്നെ ഇവിടെ തന്നെയാക്കി പോയത്. അതെ, എല്ലാ പിള്ളേരും അവരുടെ വീട്ടുകാരാ കൊണ്ടാക്കുന്നത്. എന്നെ ആരുടെ കൊണ്ടാക്കണം? എന്റെ ആമേ, നിനക്ക് തന്നെ അങ്ങ് പോയാൽ പോരെ. നിനക്കറിയാത്ത സ്ഥലമൊന്നുമില്ലല്ലോ. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. എന്നെ ആരെങ്കിലും പിടിച്ചോണ്ടായ ആര് സമാധാനം പറയും? നിന്നെ ആര് പിടിച്ചുകൊണ്ടുപോവാൻ? അതൊന്നും പറയാൻ പറ്റില്ല. ഇപ്പോഴത്തെ കാലമല്ലേ. എന്നെ ആരെങ്കിലും പിടിച്ചോണ്ടായ ഏട്ടന് പെങ്ങൾ ഉണ്ടാവില്ലേ? ഞാൻ ഏട്ടന്റെ ഒരേ ഒരു പെങ്ങളല്ലേ. ഒരു പെങ്ങളായത് മാത്രം നന്നായി. അല്ലെങ്കിൽ ഞാൻ എന്തോരം സഹിക്കേണ്ടി വന്നേനെ. മതി സെന്റ് അടിച്ച് പോയി യാത്ര ചെയ്തു. എന്റെ തക്കര ചേട്ടൻ കളിക്കാൻ നിൽക്കാതെ ചെല്ലാമി, എനിക്ക് ജോബിന് പോണ്ടതാ. ഓ, ഇങ്ങനെ ഒരെണ്ണം. ഹലോ റോസമ്മോ, എന്ത് വിശേഷം? നിനക്ക് സുഖല്ലേ ഗോപി? എങ്ങനെയുണ്ടായിരുന്നു നിന്റെ വെക്കേഷനൊക്കെ അങ്ങ് ചെന്നൈയിൽ? വൻ ബോറ്. ഞാൻ ആദ്യമായിട്ടൊന്നുമല്ല ചെന്നൈയിൽ പോകുന്നത്. കണ്ട് എനിക്ക് മടുത്ത്. പിന്നെ ഇവിടുത്തുകാരോട് കേരളം വിട്ടങ്ങ് പുറത്ത് പോവാണെന്ന് പറയുന്ന ഒരു മനസ്സുഖം, അതുകൊണ്ടാണ്. ഓ പിന്നെ പെണ്ണുങ്ങളങ്ങ് ചന്ദ്രനിൽ പോകുന്ന കാലമാണ്. അപ്പം നീ അങ്ങ് ചെന്നൈയിൽ. അത് കൊള്ളാം. അപ്പം നീ ചന്ദ്രനിൽ നിന്നായിരിക്കും വരുന്നത് അല്ലേ? അല്ല, ഞാൻ രൂപമ പറഞ്ഞതാ. അവളുടെ രൂപമ അല്ല, നമ്മുടെ പൂജ വന്നില്ലേ? ഇതുവരെ എത്തിയിട്ടില്ല. ഇന്നലെ എന്നെ വിളിച്ചിരുന്നു ബോറടിക്കുന്നെന്ന് പറഞ്ഞിട്ട്. കൂടെ ഏതോ കടുവയോ കണ്ടാമൃഗോ അങ്ങനെ എന്തോ ഉണ്ടായിരുന്നു അത്ര. എന്നിട്ട് അവളുടെ കൂടെ കടുവേനെയും കണ്ടാമൃഗത്തിൽ നിന്ന് കാണാനില്ലല്ലോ. അവൾ ഒറ്റയ്ക്കാണ് നടന്നു വരുന്നത്. ഹായ് ഗേൾസ്, വാട്ട് പരിപാടീസ്? എവിടെ? എന്ത്? അല്ല, നീ ഇന്നലെ പറഞ്ഞില്ലേ കടുവയോ കുരങ്ങോ അങ്ങനെ എന്തോ ഒരു സാധനം. ഓ, എന്റെ മണ്ടത്തി, എൻ്റെ അടുത്ത് നിന്ന് ചെറുക്കൻ്റെ കാര്യം ഞാൻ പറഞ്ഞേ. ചെറുക്കനോ? ഈ ചെറുക്കൻ? ഓ, ആ കഥയൊന്നും പറയാതിരിക്കാൻ വേണം. ഏയ്, അങ്ങനെ പറയല്ലേ. നീ പറയണം പ്ലീസ്. ഓ, അത് വേറൊന്നുമല്ലടി. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ കുറച്ച് ലേറ്റായി. ട്രെയിൻ അങ്ങ് മിസ്സായി. ട്രെയിനിന് പിന്നാലെ ഞാനങ്ങ് പാഞ്ഞു. ഏതെങ്കിലും ഒരുത്തനൊന്ന് കൈ നീട്ടണേ എന്ന് പ്രാർത്ഥിച്ച്. ആ ടൈമിൽ ഒരുത്തനെ കണ്ടപ്പോൾ ഞാൻ ആരോട് പറഞ്ഞു കൈ നീട്ടുന്നു. അങ്ങനെ കണ്ടുമുട്ടിയത് ആ സാധനത്തിന്. ഓ മൈ ഗോഡ്, ഷാറുഖ് ഖാൻ കാജോൾ പോലെ പുള്ളി കൈ നീട്ടുന്നു, നീ കയ്യിൽ പിടിച്ച് കയറുന്നു. അതല്ലേ സംഭവം? ഷാറുഖ് ഖാൻ്റെ സ്വഭാവം കണ്ട ട്രെയിനിൽ നിന്നെടുത്ത് പുറത്തേക്ക് കിടന്നു തോന്നി. അത്രയ്ക്ക് ടെററാണോ? ടെററാണോന്നോ? ഇങ്ങനത്തെ ഒരു മനുഷ്യനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. നമ്മളൊക്കെ പുറത്തിറങ്ങി നടക്കുമ്പോൾ നമ്മുടെ പിന്നാലെ എന്തോരം ആളുകളാണ്. നമ്മുടെ നമ്പറും ചോദിച്ച് നമ്മുടെ പേരും ചോദിച്ച് ഇത് ഞാൻ എൻ്റെ പേരും മേൽവിലാസം ഒക്കെ പറഞ്ഞിട്ടും ഇങ്ങേർക്ക് ഒരു മൈൻഡില്ല. ഇതേതാണ്ട് വിശ്വാമിത്രം കണക്കേ ഇരിക്കും. അങ്ങനെയോ? എന്നാ നിനക്ക് മറ്റേ പാട്ട് പാടാറുന്നില്ലേ? കണ്ണാ തുറക്കണോ സ്വാമി, കയ്യാ പൊടിക്കണോ സ്വാമി.
പിന്നെ ഈ പാട്ടും പാടി അങ്ങ് ചെന്നാൽ മതി. അങ്ങനെ ഇപ്പം മടി കേട്ടിരുത്തും. ഒന്ന് പോടി. അങ്ങേരി നീ വിചാരിക്കുന്ന പോലെ ടൈപ്പൊന്നുമല്ല. കണ്ടറിയാം അൺഡ്രോമാറ്റിക് മോരാജിയാണെന്ന്. ഇങ്ങനെയുള്ളത് വേണം നമ്മൾ വളയ്ക്കാൻ. ഇങ്ങനെയുള്ളത് വളച്ച് കുപ്പിയിലാക്കുന്നൊരു സുഖം ഒന്ന് വേറെയാ. വളയ്ക്കാൻ അങ്ങ് ചെന്നേച്ചാൽ മതി. ഇപ്പം വളയും. അത് നിന്നെ കൊള്ളാത്തോണ്ടാ. ഞങ്ങൾ എങ്ങനെ ആയിരിക്കണം ഇതിപ്പം വളച്ചാനെ. പോകുമ്പോഴേ ഒരു കുപ്പി മൈലാണ്ട് കൂടെ പിടിച്ചോ, പെട്ടെന്ന് വളയ്ക്കാം. ഓ ഇപ്പം അതൊന്നുള്ള വിഷയം. നമ്മുടെ ജൂനിയർ പിള്ളേർ വരുന്നുണ്ട്. കുറേ എണ്ണത്തിന് നമുക്ക് അങ്ങ് റേഗ് ചെയ്യണം. പിന്നെ പോരാതെ നമുക്കത് വായും നോക്കണം. അതെ അതെ, നമ്മളെയും കുറേ റേഗ് ചെയ്തിട്ടുള്ളതല്ലേ. പിന്നെ പോരാത്തതിന് നമ്മുടെ PG ലെവലിൽ നല്ല അടിപൊളി പയ്യന്മാർ വന്നിട്ടുണ്ടെന്ന്. നമുക്കങ്ങ് സുഖിക്കാം. ഓ പറഞ്ഞ് നാക്കെടുത്ത് വായിട്ടില്ല. ദോ ഒരു കിടിലൻ പയ്യൻ. എന്നാ handsome-ആ. എൻ്റെ അമ്മേ, ഇങ്ങേരോ? Wow, really hot. എന്തിനാണ് കീഴെടുക്കുന്നത്? അതെ, ഞാൻ പോയിട്ട് പോയാൽ മതി. എനിക്ക് ടാറ്റ വേണം. ടാറ്റയാ? ഞാൻ ന്യൂസിലാണ് കൊണ്ടാക്കിയത്. എന്തോ ആയിക്കോട്ടെ, എനിക്ക് ടാറ്റ തന്നിട്ട് പോയാൽ മതി. ഓ ടാറ്റ, എങ്കിൽ ടാറ്റ. ഏട്ടൻ്റെ പെണ്ണും കൂടെ പോയിട്ട് വാ. കൂടെയുള്ള പെണ്ണ് ഏതാ? നീ അങ്ങനെ വായി നോക്കാണല്ലേ പൂജ? ഓ പിന്നെ എൻ്റെ പട്ടി വായി നോക്കും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരുത്തൻ, ഒരു കടുവ. അതിങ്ങേരാ. അടിപൊളി. പുള്ളിയുടെ കൂടെ ഒരു പെണ്ണുണ്ടല്ലോ. അതാരാ? അമ്മാവൻ്റെ മോളെങ്ങാനായിരിക്കും. ഐ മീൻ വല്ല കാമുക്കി മറപ്പെണ്ണ അങ്ങനെ എന്തെങ്കിലും. അറിയാൻ എത്ര തോരയാണെങ്കിൽ പോയി അന്വേഷിക്കും. അല്ല പിന്നെ ഈ കൂട്ടത്തിൽ പുള്ളിനറിയാവുന്ന നിനക്ക് മാത്രം. അപ്പം നീയല്ലേ പരിചയം പുതുക്കേണ്ടത്? എന്തിന്? എനിക്ക് വേറെ പണിയില്ലാഞ്ഞിട്ടോ? ഒന്ന് ചുമ്മാ ചെല്ല എൻ്റെ പൂജെ. ഞങ്ങൾ ചക്കരയല്ലേ? അയ്യോ, പുലിമടലേക്ക് തള്ളിവിടാനുള്ള രണ്ടിന് ശുഷ്കാന്തി കണ്ടില്ലേ? എടി, ഇതൊക്കെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ അങ്ങനെ എടുക്കണം. നിന്നോട് സംസാരിക്കാൻ പറ്റില്ല, താല്പര്യമില്ല എന്ന് പറയുന്ന ആളെ നീ മയക്കി അങ്ങ് കറക്കി എടുക്കണമേ. അതെ, അതിനോട് ഞാനും യോജിക്കുന്നു. ഇങ്ങനെയുള്ള ആൾക്കാരെ കറക്കിയെടുത്ത് ഒരു ഫ്രണ്ട്ഷിപ്പ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കണം. അതൊക്കെയല്ലേ മോളെ ഒരു ചാലഞ്ച്. എന്നാൽ ഞാൻ ആ ചാലഞ്ച് ആക്സെപ്റ്റ് ചെയ്തിരിക്കുന്നു. എൻ്റെ കളരി പരമ്പര ദൈവങ്ങളെ കാത്തോണേ. കർത്താവേ, വിളിമാരുടെ ശവടക്ക് നടത്തുന്ന തോന്നുന്നു. എന്നാ ഞാൻ പോട്ടെ ഏട്ടാ. ഒന്ന് പോയിട്ട് പെണ്ണേ. ഹലോ. ഇതാരാ? ഈ ലുട്ടാപ്പി എന്താ ഇവിടെ? ഇതാരാടാ? കണ്ടിട്ട് ഒഴിയാപാതെ ഒന്ന് തോന്നുന്നു. അയ്യോ, ഞാൻ പുള്ളിയുടെ ഫ്രണ്ടാ. ഫ്രണ്ടോ? എനിക്കൊന്നും അവനോട് ഇവിടെ. നീ നോക്ക്, കള്ളം പറയുന്നു. നമ്മൾ ഒരു ട്രെയിനിലല്ലേ വന്നത്, എന്നിട്ട് എന്നെ അറിയില്ലെന്നോ? ഏതായാലും ട്രെയിനിന്റെ കാര്യമൊക്കെ പറയുന്നുണ്ടല്ലോ. അത് ട്രെയിനിലല്ലാണ്ട് വെച്ച് കണ്ടു, അതിനാണ്. കണ്ടോ, ഇത്ര നേരം എന്നെ അറിയില്ലെന്നാ പറഞ്ഞേ. ഇപ്പൊ പറയുന്നു ട്രെയിനിലെങ്ങാണ്ട് വെച്ച് കണ്ടെന്ന്. ഇത്രയ്ക്ക് ജാടയും ദേഷ്യം എന്തിനാ? പൂജ, എന്നെ അറിയില്ല, എന്റെ പേരറിയാം അല്ലേ? ഓ പുല്ല്. നീ എന്താ തേങ്ങ നിൽക്കുന്ന ക്ലാസ്സിൽ കയറിപ്പൊടി. ഓ ഞാൻ പോകുക. എന്താടി നിന്റെ ഉദ്ദേശം? എന്റെ ഉദ്ദേശം? എനിക്കൊരു ഉദ്ദേശമില്ല. അതാരാ? ഗേൾ ഫ്രണ്ടാണോ അതോ സിസ്റ്ററോ? ആരായാലും നിനക്ക് എന്തടി? അയ്യോ എനിക്കൊന്നുമില്ല. പക്ഷെ രണ്ടായാലും നിങ്ങൾക്ക് പ്രോബ്ലം. സുന്ദരിയായ ഒരു പെൺകുട്ടി വന്ന് പരിചയം പുതുക്കുമ്പോൾ അവർ രണ്ടുപേരും റേറ്റിംഗ് ചെയ്യില്ലേ? നിങ്ങളെ ക്വസ്റ്റ്യൻ ചെയ്യും. അയ്യ, ഒരു സുന്ദരി കോത. എന്താ എനിക്കൊരു കുറവ്? ഒരു വാലിന്റെയും ഒരു കുന്തത്തിന്റെയും കുറവുണ്ട്. അതുകൊണ്ട് ലുട്ടാപ്പിന്ന് വിളിക്കായിരുന്നു. അത് നിങ്ങൾ മറ്റോള്. മേഡം എന്തെങ്കിലും പറഞ്ഞായിരുന്നു? ഓ, അത് നിങ്ങളുടെ പേരെന്തായിരുന്നു ആലോചിച്ചതാ? എന്തായിരുന്നു പേര് പറഞ്ഞത്? അതിന് ഞാൻ പേര് പറഞ്ഞില്ലല്ലോ മാഡം. അബി പോകുമ്പോ എന്നോട് വിളിച്ചേക്കണേ. അബി എന്നാണോ ഇയാളുടെ പേര്? ഈ കോപ്പൻ എവിടെ വന്നേ? ആ അതെ, അഭിമന്യു. എടാ ഏതീ പെണ്ണ്? ഞാനോ? ഞാൻ അബിയേട്ടന്റെ ഫ്രണ്ടാ. എന്നെ പറ്റി പറഞ്ഞിട്ടില്ലേ? അല്ല, ഈ ഫ്രണ്ട് എന്ന് പറയുമ്പോ പോയി ഞാൻ വരാം. ആ ഇപ്പം ഞാൻ പോവാം. പക്ഷെ നീ രക്ഷപ്പെട്ടു എന്ന് വിചാരിക്കരുത്. നിന്റെ ശരിക്കൊന്ന് കാണുന്നുണ്ട്. എന്താണ് എൻ്റെ ഉദ്ദേശം? ഞാൻ നിങ്ങളെ പോലെ ഒരാളെ ആദ്യമായ കാണുന്നത്. ഇത്രയും കലിപ്പനും ഇൻട്രോവേർട്ടുമായിട്ടുള്ള പേഴ്സണെ. അതുകൊണ്ട് നിങ്ങളുടെ ഫ്രണ്ടായി കിട്ടിയാൽ കൊള്ളാമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം. പിന്നെ പോലെ വായാടിന് എനിക്ക് ഫ്രണ്ടായിട്ട് വേണ്ടെങ്കിലോ? ഓയ് മിസ്റ്റർ കടുവ, ഞാൻ മാക്സിമം ട്രൈ ചെയ്യും നിങ്ങളെ എൻ്റെ ഫ്രണ്ടായി കിട്ടാൻ. നിന്റെ ഈ തോന്നിയാസം കേട്ട് നിൽക്കുന്ന ഏതെങ്കിലും ആമ്പിളരെ പിടിച്ച് ഫ്രണ്ടാക്കുക. ഏതായാലും എനിക്ക് അതിന് സമയമില്ല, ഞാൻ പോവാം. ഇപ്പൊ പൊക്കോ, പക്ഷേ മീറ്റ് യു സൂൺ. ഓ ഇവിടെ ഇരിക്കുന്നുണ്ടായിരുന്നോ? ഞാൻ നിന്നെ കാണാതിരിക്കായിരുന്നു. അബി നീ പറഞ്ഞോ, ഞാൻ കേൾക്കുന്നുണ്ട്. ഏതാടാ പെണ്ണ്? എന്താ മനസ്സിലായില്ലേ?
നിന്റെ ഫ്രണ്ടെന്ന് പരിചയപ്പെടുത്തിയ ആ പെണ്ണില്ലേ, ആ പെണ്ണിന്റെ കാര്യം ചോദിക്കുന്നത്. ഇത്രയും നാള് നാട് പോലെ കൂടെ നടന്നിട്ട് നിനക്ക് ഒരു ലൈൻ സെറ്റായ കാര്യം നിന്റെ അടുത്ത് പറഞ്ഞില്ലല്ലോ. നീ ആ വട്ടി കേസിന്റെ കാര്യമാണ് പറയുന്നത്. സത്യം പറഞ്ഞ ആ കിറുക്കത്തി ആരാന്ന് എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ നീ പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കണല്ലേ? അറിയാൻ പാടില്ലാത്തൊരു പെണ്ണ് നിന്റെ അടുത്ത് പറയൂ എന്റെ ഫ്രണ്ട് ആക്കണം, ഞാൻ നിന്റെ ഫ്രണ്ടാ, അങ്ങനെയൊക്കെ. പിന്നെ അവളെ കണ്ടിട്ട് എനിക്ക് തോന്നിയില്ല ഒരു വട്ടി കേസാണെന്ന്. എടാ ഞാൻ കാര്യമായിട്ടാണ് പറയുന്നത്. എനിക്ക് അവളെ അറിയില്ല. അവൾ ആദ്യമായിട്ട് കാണുന്നത് ഒരു ട്രെയിനിൽ വെച്ചാ. ഇപ്പം ഏതാണ്ട് ബാധ കൂടിയ കണക്കെ എൻ്റെ പുറകെ തന്നെയുണ്ട്. അങ്ങനെ വരട്ടെ, ഞാൻ വിചാരിച്ചു അവൾ നിന്റെ ഗേൾ ഫ്രണ്ട് ആണെന്ന്. ആ ഇനിയിപ്പം നിന്റെ ഗേൾ ഫ്രണ്ട് അല്ലെങ്കിലും അങ്ങനെ ആക്കാലോ. എന്ത് പിന്നെ ആക്കാൻ പറ്റി ജസ്റ്റ് ചെളുക്ക. ഇവിടെ ഏതാണ്ട് ആകാശവാണിക്ക് കീ കൊടുത്ത പോലെയാ, വായു അടക്കില്ല. അതൊക്കെ ഒരു കുറവാണോ അളിയ? ഇപ്പോഴത്തെ കാലത്ത് പെൺപിള്ളേർ അങ്ങനെ കിട്ടാൻ നല്ല പാടാ. ഇവിടെ ബാക്കിയുള്ളവർക്ക് പെണ്ണ് കിട്ടാനില്ല. അപ്പോഴാണ് ഒരു പെണ്ണ് പുറകെ വന്നിട്ട്, അതും കാണാൻ കൊള്ളാവുന്നൊരു സുന്ദരി, അതിന്റെ പുറം കാണാൻ അടിച്ചു കളയുന്നു. എനിക്കങ്ങനെ തോന്നിയില്ല. എടാ പൊട്ട, നീ അവളൊന്ന് സ്കാൻ ചെയ്ത് നോക്ക്. അവളുടെ ചുണ്ട്, അവളുടെ കണ്ണ്, അവളുടെ മനോഹരമായ പുഞ്ചിരി, അങ്ങനെ എല്ലാം. നീ അത് പോയേ. നിന്നോട് ഇതൊക്കെ പറഞ്ഞ എന്നെ ആണെന്ന് തല്ലാൻ. അല്ലെങ്കിൽ നീ അങ്ങനെ നല്ലത് വല്ലതും പറഞ്ഞ നീ കൊഞ്ഞനെ കുത്തി കാണിക്കും. ക്ലാസ് ഒക്കെ വൻ ബോറാണല്ലോ. 1 hour കിട്ടിയല്ലോ, അതെന്നെ ഭാഗ്യം. തൽക്കാലത്തെ ബോറടി മാറ്റാൻ ഒരു വഴിയുണ്ട്. നമുക്ക് ജൂനിയർ പിള്ളേരെ കണ്ടൊന്ന് സംസാരിക്കാം. അത് നല്ല ഐഡിയ. അല്ല ഡി പൂജെ, നീ മറ്റേ കടുവയോട് സംസാരിക്കാൻ പോയിട്ട് എന്തായി? അങ്ങനെ പെട്ടെന്ന് പിടിത്തരുന്നില്ല. ഒടുക്കത്തെ ചാടയാ. ആ കൂടെ ഉണ്ടായിരുന്ന കൊച്ചാരാ? അങ്ങേരുടെ സിസ്റ്ററോ അല്ലെങ്കിൽ ഗേൾ ഫ്രണ്ടോ മറ്റോ ആണോ? ബെസ്റ്റ് ആയിട്ടുണ്ട്. ഒരു പേര് പറയാൻ ചാടയുള്ളവനാ കൂടെ ഉണ്ടായിരുന്ന ആരാന്ന് പറയുന്നത്. അപ്പൊ ഇപ്പോഴും എനിക്ക് പേരറിയില്ലേ? അടിപൊളി. പേരറിഞ്ഞു. അഭിമന്യു. കൊള്ളാം. ഇത്രയും ചാടാണെങ്കിൽ വിട്ടേരടി. ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഞാൻ വിടുന്നില്ല. ആ ജാടക്കാരനെ വളച്ചിട്ടെന്ന കാര്യം. അയാൾ ആ ജാടയൊക്കെ മാറ്റി വെച്ച് എന്നോട് സംസാരിക്കും. അറ്റ്ലീസ്റ്റ് നമുക്ക് ചിരിക്കുകയും ചെയ്യും. നീ എന്ത് ചെയ്യാൻ പോകുന്നു? എടാ പൊട്ട, നീ അവളൊന്ന് സ്കാൻ ചെയ്ത് നോക്ക്. അവളുടെ ചുണ്ട്, അവളുടെ കണ്ണ്, അവളുടെ മനോഹരമായ പുഞ്ചിരി, അങ്ങനെ എല്ലാം.